ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കേരളത്തിൽ മതം മാറ്റാൻ ശ്രമിച്ചെന്നാണ് കേസ്. തൃശൂരിലേക്ക് ആണ് പെൺകുട്ടിയെ എത്തിച്ചത്. മുഹമ്മദ് കൈഫ്, ഡാക്ഷ ബനോ എന്നിവർ പിടിയിലായി. പെൺകുട്ടി രക്ഷപ്പെട്ട് റെയിൽവേ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൊപ്പം ചേരുന്നു. ജിഷ്ണു, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. പ്രായമാകാത്ത പെൺകുട്ടി, ഒപ്പം ദളിത് പെൺകുട്ടിയാണ്, തൃശ്ശൂരിലാണ് എത്തിച്ചത്. അങ്ങനെ നിരവധി വിവരങ്ങൾ വരുന്നു. ജിഷ്ണു, എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണാജി, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിർബന്ധിച്ച് മതം മാറ്റുകയും പിന്നീട് ഭീകര പരിശീലനത്തിനുൾപ്പെടെ അയക്കാനുള്ള ശ്രമം നടന്നത്. അത്തരത്തിലൊരു അപകടത്തിലേക്കാണ് പോക്ക് എന്നറിഞ്ഞതോടുകൂടിയാണ് ഈ പെൺകുട്ടി ഈ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും റെയിൽവേ സ്റ്റേഷനിലെത്തി ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് തിരിച്ചപ്പോൾ പ്രയാഗ്രാജിൽ എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രയാഗ്രാജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മാസം 28-ന് ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം മുഹമ്മദ് കൈഫ് കൂടാതെ ദാർഷ ബാനോ എന്നിവർ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഇവർ 2 പേരും പ്രയാഗ്രാജ് സ്വദേശികളാണ്. ഇവരാണ് ഈ പെൺകുട്ടിയെ പണം നൽകാമെന്നും വിദേശത്ത് കൂടുതൽ ജോലിയും സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കേരളത്തിൽ തൃശ്ശൂരിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. അവിടെ മതം മാറ്റാനുള്ള പരിപാടികൾ നടന്നു. പിന്നീട് ഈ പെൺകുട്ടിയോട് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശീലനം നേടേണ്ടതുണ്ട്, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. വിദേശത്തേക്ക് ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ മുൻപും വിവിധ സൗകര്യങ്ങളോടുകൂടി കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുകയും ആ ഒരു സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഹെൽപ്പ് ലൈൻ്റെ സഹായത്തോടു കൂടി തിരിച്ചെത്തി എന്നുള്ളതാണ് നിലവിൽ ഉത്തർപ്രദേശ് പോലീസ് നൽകുന്ന വിവരം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയത് അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഈ കേസുമായി ആരൊക്കെ ബന്ധപ്പെട്ടു എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരെ പിടികൂടുന്നതിന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയത്. അപ്പോഴും ഉയരുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്നുള്ളത്, എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ചത്, എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു? ഇത്രയധികം ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെ വീണ്ടും ഇത്തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനം, അതും ഭീകര സ്വഭാവത്തോടു കൂടിയുള്ള നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പ്രയാഗ്രാജിൽ നിന്നും തൃശ്ശൂരിലേക്കാണ് തട്ടിക്കൊണ്ടുവന്നത്. ആ കുട്ടി രക്ഷപ്പെട്ട് റെയിൽവേ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.